മെറിക്കുട്ടാ ഇത് എന്നെ നോക്കണേ. ഹാപ്പി ബർത്ത്ഡേയോ? ആരുടെ ഹാപ്പി ബർത്ത്ഡേ ആണോ? കേക്ക് എടുക്കാനാണ് നീ പറയുന്നേ? കേക്ക് എന്നാ എടുത്തേക്കാം. ഇന്ന് എന്നെ സ്പെഷ്യൽ എന്നാ മെറിക്കുട്ടാ? ആരുടെ ഇന്ന് എന്നെ സ്പെഷ്യൽ എന്നാ? ചാച്ചന്റെ അമ്മച്ചിയുടെയും ഹാപ്പി ചാച്ചന്റെ അമ്മച്ചിയുടെ ഹാപ്പി ബർത്ത്ഡേ അല്ല, ചാച്ചന്റെ അമ്മച്ചിയുടെ 37 വെഡിങ് ആനിവേഴ്സറി. 37 വർഷം. എവിടെ കവിതാക്കൾ എവിടെ? ഞങ്ങളിവിടെ ഉണ്ട് കേട്ടോ. ആച്ചാ അമ്മ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി കേട്ടോ. എത്ര വർഷമായി നിമിഷം പറഞ്ഞ? 37 വർഷം തന്നെയാണോ അമ്മേ? 37 വർഷം. എന്റെ പൊന്നു. നമ്മള് വെറും 4 എന്നാണേലും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി കേട്ടോ. നമ്മുടെ 37ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് നമ്മുടെ ചാച്ചന്റെ അമ്മയുടെയും. എല്ലാവരോടും താങ്ക് യു പറയാനുണ്ട്. കാരണം കഴിഞ്ഞ വീഡിയോയ്ക്ക് എത്താൻ കുറേ പേര് ഞങ്ങൾക്ക് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. അമ്മ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മ ഉണ്ടാക്കി കേക്ക് മുറിക്കണോ? അതോ അമ്മ ഉണ്ടാക്കി കേക്ക് ഞങ്ങളിപ്പം ഇവിടെ മൊത്തം തൂത്ത് വാരിയതുള്ളൂ കേട്ടോ. കാരണം മെറക്കോട്ടനെ ഒന്ന് കേക്ക് കഴിച്ചതിന്റെ നമുക്കത് കേക്ക് മുറിക്കാം. കൈയോടെ കേക്ക് മുറിച്ച് നമുക്ക് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാം. എല്ലാവർക്കും നമ്മുടെ ചാച്ചന്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. പറഞ്ഞതാ കേക്കേ മേടിക്കണ്ട, ഞാൻ ഉണ്ടാക്കാം, നമുക്ക് അത് ഐസിങ് ചെയ്യാന്നൊക്കെ. അന്നേരത്തേക്ക് നിമിഷം വന്നു കഴിഞ്ഞപ്പം നിമിഷം ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ കേക്ക് വാങ്ങിച്ചോണ്ട് വന്നു കേട്ടോ. എല്ലാവരുടെയും പറയണ്ട, നിമിഷയുടെ സ്പെഷ്യൽ കേക്കാണോ? ബ്ലാക്ക് ഫോറസ്റ്റ്. ഇത് ഞങ്ങൾക്ക് വേണ്ടി നീ മേടിച്ചാണോ നിനക്ക് വേണ്ടി മേടിച്ചാണോ? നാട്ടിൽ നിന്ന് നമ്മള് അല്ലെ ബ്ലാക്ക് ഫോറസ്റ്റ് കഴിച്ച് കൊതി മാറിയിട്ടില്ല കേട്ടോ. നമ്മൾ എത്ര നാളായാലും കഴിച്ചിട്ടാ? നാട്ടിലത്തെ ടേസ്റ്റ് ഇവിടെ കിട്ടുമോ? പക്ഷേ ചേടാ കാണാതെ പോയ ആളെ പിടിച്ചോണ്ട് വന്നു കേട്ടോ. റീപ്പനെ കിട്ടി. റീപ്പ അമ്മ അവനെ ഇവിടെ നിർത്തണ്ട കേട്ടോ, മേശ നിർത്തണം. അവനെ അടിച്ച് തകർക്കും. ഒന്നര കത്തിച്ചാണ്. കേക്ക് മുറിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ കല്യാണത്തെ കുറിച്ച് ഞങ്ങളൊന്ന് പറയാമോ? നിങ്ങളുടെ കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയാണ് കല്യാണം? ഏപ്രിൽ 3-ാം തീയതി 1988 ഈസ്റ്ററിന്റെ ദിവസമായിരുന്നു. ഈസ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് 4 മണിക്കായിരുന്നു കല്യാണം. 3 മണിക്ക് മിറ രണ്ടാമത്തെ പ്രാവശ്യം ഇവ കൊണ്ട് ക്ഷമയില്ല. നിങ്ങൾ കണ്ടുമുട്ടിയ ആദ്യമായിട്ട് കണ്ടത് നിങ്ങൾ എവിടെ വെച്ചാന്ന് പറയാമോ? ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് ഞാൻ അമ്മേനെ കണ്ടത് അമ്മ പഠിക്കുന്ന കോളേജിൽ വെച്ചാ. ചാച്ചൻ കോളേജിൽ പോയി കണ്ടോ? കോളേജിൽ പോയി കണ്ടു. അതന്നെ വരും. അപ്പൊ നിങ്ങൾ ലവ് മാരേജ് അല്ലാന്ന് പറഞ്ഞിട്ട്? ലവ് മാരേജ് അല്ല, കോളേജിൽ പോയ ഉടനെ ലവ് ആവോ? ആണോ? അപ്പൊ ചാച്ചനെ ഒളിഞ്ഞു നോക്കാൻ പോയതാണോ? അല്ലല്ല, സാധാരണ കോളേജിലേക്ക് അതെ, ഒരു കാര്യമില്ലാതെ കോളേജിൽ പോയി. സാധാരണ കല്യാണം പെണ്ണ് കാണാൻ പോകുന്ന വീട്ടിലാ. എന്റെ പെങ്ങൾ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു, ഷാലി. അപ്പൊ അവളെ കാണാനെന്നുള്ള വ്യാജേന ഞാൻ അങ്ങോട്ട് ചെന്നു. ആണോ? അപ്പൊ ഷാലിയ പറഞ്ഞ എന്റെ കൂട്ടുകാരിയാണ്. അമ്മയുണ്ട്, നല്ല ചേട്ടായിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണാണ്. ഷാലേന്റിനെ ഈ പ്രത്യേക അവസരത്തിൽ ഞങ്ങൾ സ്മരിക്കുന്നു. ഷാലേന്റിയാണ് ഇവരുടെ കല്യാണത്തിന് ഇനീഷ്യേറ്റീവ് എടുത്ത് ഇവരെ മുട്ടിച്ചു. ഞങ്ങള് രണ്ടുപേരും ഒന്ന്, ചേട്ടന്റെ പെങ്ങളും ഞാനും ഒന്നിച്ച് പഠിച്ചതാ കേട്ടോ. എന്നിട്ട് അങ്ങനെ ഷാലി എന്നോട് ഇങ്ങനെ ഇടയ്ക്ക് പറയായിരുന്നു, എനിക്കൊരു ആങ്ങളയുണ്ട്, നമുക്ക് ജിജിക്കൊന്ന് ആലോചിച്ചാലോ അത്. ഞാൻ എന്നാൽ ചോദിക്കും, ഷാലിക്ക് ഒരു പണിയൊന്നുമില്ല ഷാലി, ഇത് എന്നാന്നൊക്കെ വെച്ചാൽ ഞങ്ങൾ ചുമ്മാ തമാശയായിട്ടോ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോണ്ടിരുന്നേ. അങ്ങനെ പറഞ്ഞോണ്ടിരുന്നു. പിന്നെ ഒരു ദിവസം ഷാലി ഇങ്ങനെ ഒരു ഫോട്ടോ കൊടുന്നു. ഷാലി പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല ചേച്ചി, ഇച്ചിരി വയറൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, മെലിഞ്ഞിട്ടാണ്, ഇച്ചിരി വയറൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ടുള്ളതാണ്. ഷാലി നല്ല സുന്ദരിക്കുട്ടി, നല്ല തക്കാളിപ്പഴം പോലെ ഇരിക്കുന്നേ. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചു ഏക്കാലും ഷാലിയുടെ ആങ്ങള് തന്നെയല്ലേ, അതുപോലൊക്കെ ആയിരിക്കും എന്ന് ഞാനും വിചാരിച്ചു. എന്നിട്ട് അങ്ങനെ അല്ലാന്നാണ് അമ്മ ഇപ്പൊ പറയുന്നേ? അങ്ങനെ അല്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇപ്പം ജീവിച്ചു തുടങ്ങിയപ്പോ അങ്ങനെയാ. ആ ഇടയ്ക്ക് ഷാലിയുടെ കല്യാണമായി. ഷാലിയുടെ കല്യാണം ആയപ്പോൾ ഷാലി ഞാൻ ഒരു ദിവസം കോളേജിൽ വന്നു. അപ്പോൾ ക്ലാസ്സിൽ താഴേന്ന് ഒരു പിയൂൺ ഒരു കുറിപ്പും കൊണ്ട് വന്നാൽ ഞാൻ എൻ്റെ മിസ്സിൻ്റെ കൊടുത്തു. മിസ് അത് നോക്കി വായിച്ചിട്ട് പറഞ്ഞു, ജിജി പെട്ടെന്ന് ഓഫീസ് റൂമിൻ്റെ താഴെ ഒന്ന് ചെല്ലണമെന്ന് പറഞ്ഞു. അപകടം വരുന്നുണ്ട്. എന്നിട്ട് ഞാൻ താഴെ ചെന്ന് ഓഫീസ് റൂമിലോട്ട് കയറാൻ തുടങ്ങി. ഇപ്പം ചാച്ചനും ഷാലിയും കൂടെ അവിടെ നിൽക്കുക. അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഷാലി എന്ന് പറഞ്ഞ് ഹായ് പറഞ്ഞിട്ട് ഞാൻ
ഞാൻ ഓഫീസിലോട്ട് പോവാണ്. ഞാൻ അങ്ങോട്ട് ഓഫീസിലോട്ട് പോകാൻ കാരണം വിളിച്ചു കഴിഞ്ഞാൽ ഒന്നേ ആരെങ്കിലും കാണാൻ വന്നതാന്ന് എനിക്ക് ആ പ്യൂൺ അന്നേരം പറഞ്ഞു. അപ്പൊ ഞാൻ അവിടുത്തെ എൻ്റെ വല്യമ്മച്ചി അവിടെ ഏഴാച്ചിലെ തറവാട്ടിലാണ്. അപ്പൊ വല്യമ്മച്ചി ഇടയ്ക്ക് ഇങ്ങനെ മുട്ട പുഴുങ്ങിയത് കൊഴുക്കട്ട ഒക്കെ കൊണ്ട് ഞങ്ങളുടെ കോളേജിൽ കാണാൻ വരും. അത് തരാൻ വേണ്ടി വരും. പാലായിക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് തരാൻ വരും. അമ്മയാന്ന് ഓർത്തോണ്ട് ഞാൻ ഷാലിയോട് ഇപ്പൊ വരാന്ന് പറഞ്ഞ ഓഫീസിലോട്ട് കയറും. അതിനൊരു സൂട്ട് കേസ് ഒക്കെ പിടിച്ച് ഇങ്ങനെ നിപ്പുണ്ട്. അന്നേരം പറയും ഷാലിയുടെ കല്യാണം വിളിക്കാൻ വന്നതാണ് എന്നെ. അന്നേരം ഇത് എന്റെ ആങ്ങളെയാ, ഇത് എന്റെ വെല്ലിഞ്ഞാഞ്ഞിന്ന് കേട്ടോ വിളിക്കണേ, ഇത് എന്റെ വെല്ലിഞ്ഞാഞ്ഞിയാന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോന്നു. ഞാൻ ഓർത്ത് ഞാൻ ജസ്റ്റ് ഇതിനൊന്നും വന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ചാച്ചന്റെ ഉദ്ദേശം വേറെ ആയിരുന്നു. പക്ഷേ അപ്പൊ അങ്ങനെ നിങ്ങൾ കണ്ടുമുട്ടി, പിന്നെ അങ്ങോട്ട് പ്രൊസീഡ് ആയി. ബാക്കി കഥകൾ നമുക്ക് കേക്ക് മുറിച്ചിട്ട് പറയാം അല്ലേ? പിന്നെ നമുക്ക് പയ്യെ കേക്ക് മുറിക്കാം. നിമിഷം വാടി, ഞങ്ങൾക്ക് മുറിക്കാൻ കേക്ക് കാണത്തില്ല കേട്ടോ. ഇനിയും കഥ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് മുറിക്കാല്ലേ? പോരാ പോരാ, ഇത്രയും നേരം പോരാ. നമുക്ക് മുറിച്ചാലോ? മുറിക്കാം മുറിക്കാം മുറിക്കാം. ആദ്യം എന്റെ മറമോക്ക് അമ്മക്ക് കൊടുക്കാച്ചാ, കൊച്ചിന് കൊടുത്തിട്ട് മതി. എന്റെ കൊച്ചു എത്ര നേരം ക്ഷമിച്ചിരിക്കുന്നത്? സൂപ്പറാണോ? ഇത്ര നാളും എൻ്റെ കൂടെ എല്ലാ വേദനയിലും സന്തോഷത്തിലും സഹകരിച്ച് നിന്ന എൻ്റെ ജിജിക്ക്, എനിക്ക് 3 നല്ല കുട്ടികളെ തന്ന എൻ്റെ ജിജിക്ക് സ്നേഹത്തോടെ കൊടുക്കുന്നു ദൈവത്തിൻ്റെ പേരിൽ. ഞങ്ങൾ ഇത്ര സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം ചാച്ചന. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. എങ്ങനെ എന്നാ പറയണ്ടേ? ആദ്യം തന്നെ ദൈവത്തിനോട് തന്നെ ഞാൻ നന്ദി പറയുന്നു. നല്ല കേട്ടോ, സൂപ്പറാ. ദീപ എന്ന് പറഞ്ഞൊരു സബ്സ്ക്രൈബറിൻ്റെ മോൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അവർക്ക് ഞങ്ങൾ എല്ലാവിധ മംഗളങ്ങളും തരുന്നു കേട്ടോ. പ്രത്യേകിച്ചാലേ ഇന്ന് തന്നെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന അവർക്ക് നമ്മൾ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അല്ലേ അമ്മ? കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയുടെ നേരെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ പയ്യെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു പണി പാളിയില്ല. എന്നാ? അതെ അതെ, നമ്മളിവിടെ ഇരുന്ന ചെയറൊക്കെ കൊടുത്തു കേട്ടോ. നമ്മുടെ സോഫയും ഇവിടെ കിടന്ന സെറ്റ് എല്ലാം കൂടെ നമ്മൾ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലിട്ട് കൊടുത്തു കേട്ടോ. പിള്ളേർക്ക് കളിക്കാൻ ഇടയില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞാൽ കുറച്ച് ഇടയേ ഉള്ളൂ. പിള്ളേർ ഫ്രീ ആയിട്ട് നടന്നോട്ടെ എന്ന് ഓർത്ത്. അതെ അതെ, ഞങ്ങൾ ആരും അത്ര ഇരിക്കാറില്ല എന്നിട്ട് ഇതുപോലെ വല്ലപ്പോഴും. പക്ഷെ ഇന്ന് പുറത്തിറങ്ങി ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ഇരുന്നേക്കാന്നോർത്ത് ഇറങ്ങിയതാ കേട്ടോ. അപ്പൊ സാധനമില്ല. ഇതൊക്കെ എപ്പോ സംഭവിച്ചു? അതിനെ നിമിഷം അത് രണ്ട് കപ്പ് കേട്ടോ. ഇഷ്ടപ്പെട്ടമ്മേ? ഇഷ്ടപ്പെട്ടു. അല്ല, ഒരു കപ്പ് ചാച്ചനും ഒരു കപ്പ് അമ്മയ്ക്കാണ് കേട്ടോ. എന്നാ ചെയ്തേക്കുന്നേ? ചാച്ചന്റെ പേര് എഴുതിയ ഇത് എവിടെ നിന്ന് നിമിഷ? ഏപ്രിൽ 3-ാം തീയതിക്ക് ഇടയ്ക്ക് പപ്പായും ഞങ്ങള് വീട്ടുകാർ തമ്മിൽ അറേഞ്ച് ചെയ്തു. ഏപ്രിൽ 3-ാം തീയതി കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് ഞാനന്ന് മദ്രാസിലായിരുന്നു. എൻ്റെ കൂടെ മദ്രാസിന് അമ്മ പോന്നു 17-ാമത്തെ ദിവസം. പിന്നെ ഞങ്ങൾ അവിടെ ആയിരുന്നു. മൂത്ത ആള് ബോവിൻ ഉണ്ടാവുന്നവരെ. അതെ, അവന് ഉണ്ടാവുന്നതിന് ഒരു 2 മാസം മുമ്പ് ഞങ്ങൾ ഇങ്ങോട്ട് പോകും. ചെന്നൈയിലാന്ന് അറിഞ്ഞോണ്ടാണ് ഞാൻ കല്യാണത്തിന് തന്നെ സംബന്ധിച്ചത്. അന്നൊക്കെ എവിടെയെങ്കിലും വിദേശത്ത് എവിടെയെങ്കിലും പോകണം, ഇങ്ങനെ ഫ്ലൈറ്റ് കയറി പോകണം, ഇങ്ങനെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട്. ചെന്നൈ അപ്പം അമേരിക്കയിലാണ് അറിയത്തില്ലായിരുന്നു, അത്രയും ബോധമില്ലായിരുന്നു. ഞാൻ അമേരിക്ക ചെന്നൈ എന്നൊക്കെ അതുപോലെ ചെന്നൈ എന്നൊക്കെ അന്ന് എന്റെ ബോധം വരുന്നേ. അതെ, ഇത് മറ്റേ ദാസനും വിജയനും ചെന്നൈയിൽ വന്ന് ഇറങ്ങിയ പോലെ അല്ല, ഗൾഫ് വന്നോർത്തോണ്ട് മദ്രാസിൽ പോയി ഇറങ്ങിയ പോലെ ആയിപ്പോയി അമ്മയുടെ അവസ്ഥ. അമ്മ മദ്രാസിൽ പോകാന്നുള്ള കൊതിയും കൊണ്ട് യാച്ചനെ കല്യാണം കഴിച്ചേട്ടോ. അമ്മയുടെ കല്യാണം നടക്കുമ്പോൾ, ഞങ്ങളുടെ കല്യാണം നടക്കുമ്പോൾ അമ്മയ്ക്ക് ഏകദേശം 19 വയസ്സ് ആവുന്നതേ ഉള്ളൂ. ഓ, ആ സമയത്താണ് കല്യാണം. 18 വയസ്സായിരുന്നോ? 18 വയസ്സൊക്കെ ആയിരുന്നു. 19 വയസ്സ് 18 ആയതുള്ളൂ. 18 അല്ല, 19 വയസ്സായിരുന്നു. ആണോ? ഓ, 19-ാമത്തെ വയസ്സിലാണ് അമ്മ കല്യാണം കഴിച്ചല്ലേ? ഓ, ആ പ്രായത്തിൽ നീ എന്നെ കാണിക്കുവായിരുന്നു. നീ മണ്ണ് വാരി തിന്നോണ്ട് നടക്കും. അതെയോ? ഞാനൊക്കെ മണ്ണ് വാരി തിന്നോണ്ടിരുന്ന സമയമാണ് കേട്ടോ. 19 വയസ്സില് അമ്മ കല്യാണം കഴിച്ചു. ചാച്ചൻ അന്നേരം എത്ര വയസ്സുണ്ടായിരുന്നു? എനിക്ക് 26.
26 വയസ്സുണ്ടാകുന്നു. ഓ ഞങ്ങൾ തമ്മിൽ ഏകദേശം 6.5 വർഷത്തെ വ്യത്യാസമുണ്ട്. അത്രയും ഗ്യാപ്പ് ഉള്ളു അല്ലേ? ഗ്യാപ്പുണ്ട്. അതാണ് ഇവിടെ കല്യാണ സ്റ്റോറി ഇവിടം വരെ എത്തി നിൽക്കുന്നല്ലേ ചാ? ഓസ്ട്രേലിയയിൽ എത്തി നിൽക്കുന്ന കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും കൂടെ നാട്ടിൽ ആഘോഷിക്കാൻ പറ്റും. നമ്മളെല്ലാവരും ഉണ്ടായിരുന്നില്ലേ? അതെ അതെ അതെ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ആഘോഷിക്കാൻ പറ്റി. ഇപ്രാവശ്യം നമുക്ക് ഒരു വർഷം കൂടി അവർക്ക് ദൈവം കൊടുത്തു. നമുക്കത് എല്ലാവർക്കും ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റി. ഒത്തിരി സന്തോഷം അല്ലേ? ഇതുപോലെ ഇനിയും വർഷങ്ങളോളം നിങ്ങൾ ആഘോഷിക്കട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കുന്നത് അല്ലേ വെച്ചാ? മുമ്പാണെങ്കിലും ഞങ്ങൾ കുറച്ച് നമ്മുടെ വീട്ടിൽപ്പെട്ടവർ കുറച്ച് പേര് ഒരു 10-20 അല്ലെ 20 പേര് 25 പേരെ കൂടുതൽ ഞങ്ങളെ വിഷ് ചെയ്യാറില്ല. അത് പേര് ഇതൊന്നും അറിയാറില്ല. ഞങ്ങൾ മാത്രം ഒതുങ്ങി അറിഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് 2 ലക്ഷം പേരാ. 2 ലക്ഷം പേരുണ്ട്. അവരൊക്കെ ഒത്തിരി പേര് വിഷ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോഴും ഭാഗ്യമൊക്കെ ഇനി എന്നാ കിട്ടാനുള്ളത് ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇത്രയും പേര് ഞങ്ങൾക്ക് ഉണ്ടെന്നൊക്കെ ഉള്ളത്. ഞങ്ങൾക്ക് അതിൽ സത്യത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം അതാ കേട്ടോ. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും നമുക്ക് ഭയങ്കര എനർജി തരുന്നുണ്ടല്ലേ. പിന്നെ ഒരു സ്പെഷ്യൽ ബിരിയാണി അമ്മ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അമ്മ തന്നെ ഉണ്ടാക്കിയതാണ്. നല്ല കിടിലൻ ചിക്കൻ ബിരിയാണി. 50ാമത്തെ എവിടെ വെച്ച് ആഘോഷിക്കുന്നത് അതാ ഞാൻ ആലോചിക്കുന്നത്. 50ാമത്തെ നമുക്ക് സ്പേസ് വെച്ചാൽ ഇനി 50ാമത്തെ ആഘോഷിക്കാനാണ് ഞങ്ങൾ 50ാമത് തകർക്കണം ചാച്ചാ. ഞാൻ ഒത്തിരി യാത്ര ചെയ്യുന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര യാത്ര ചെയ്യാൻ പറഞ്ഞില്ല. അതൊക്കെ എന്ന് പറഞ്ഞാലും ചാച്ചൻ എന്നെ ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയി കേട്ടോ. ഒത്തിരി സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അടുത്ത് അന്റാർട്ടിക്കയാണ് ഉദ്ദേശിക്കുന്നത്. തണുപ്പ് പറ്റത്തില്ല എന്നാലും ഇപ്പൊ തന്നെ ചാച്ചന് റീവ് ഒരു ശകലം തണുപ്പ് താടി ചുമയുണ്ട്. ചാച്ചൻ കോട്ടിനകത്തും കയറും റീവ്. അമ്മ എന്നാ നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി നമുക്ക് പൊട്ടിക്കാം. ചെമ്പ് പൊട്ടിക്കണ്ടേ? അമ്മ നല്ല സൂപ്പർ. നിനക്ക് മണം കിട്ടിയില്ലേ? ഏറി നമ്മൾ നീ ചോദിച്ചില്ല സൂപ്പർ മണം. നമുക്ക് ചെന്ന് പൊട്ടിക്കാം. ചെമ്പ് പൊട്ടിക്കാം. അമ്മ ഉണ്ടാക്കിയ ബിരിയാണി നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. തലശ്ശേരി സ്റ്റൈൽ ബിരിയാണിയാണ് നമ്മൾ ഇന്ന് വെച്ചേക്കുന്നത്. നല്ല കീമ അരി വെച്ചിട്ടല്ലേ അമ്മേ? എന്നാ മണം. കൈമ കീമ റൈസ് എന്നല്ലേ പറയുന്നത്? അത് കൈമ എന്നാണ് പറയുന്നത്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അമ്മേ ഇത് അമ്മ ദം ചെയ്ത് ഇപ്പൊ ദമ്മ പൊട്ടിച്ചല്ലേ ഉള്ളൂ? വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് ഞങ്ങൾ ഇന്ന് ഒരു പ്ലേറ്റിൽ വിളമ്പിയിട്ട് അമ്മയും ചാച്ചനും കൊണ്ട് ഇന്ന് ഒരു പ്ലേറ്റിൽ നിന്നാണ് കഴിക്കാൻ പോകുന്നത്. അതെ, എന്തും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണോ? അതെ അതെ, അതിനെപ്പറ്റി ഞാൻ അങ്ങ് ചിന്തിച്ചോണ്ടിരിക്കുകയായിരുന്നടാ. കുറച്ചെടുത്താൽ മതി അമ്മ. ഞങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്താൽ മതി നമുക്ക്. നമ്മുടെ ബിരിയാണി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം അമ്മയ്ക്ക് കൊടുക്കാം. നല്ല മണം കേട്ടോ. ഞാൻ ഒരു സ്പൂൺ പയ്യെ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഒരു സൂപ്പർ ബിരിയാണി കേട്ടോ. ശരിക്കും ഒരു തലശ്ശേരി ടേസ്റ്റ്. കളർ ഇച്ചിരി മഞ്ഞ കളറായെന്നുള്ളത്. തലശ്ശേരി ബിരിയാണിക്ക് മഞ്ഞ കളറില്ല കേട്ടോ. ബിരിയാണി ചെമ്പ് പൊട്ടിച്ചവൻ അറിഞ്ഞില്ല കേട്ടോ. നീ വേടാ. അങ്ങനെ അതെ ഞങ്ങൾ ബിരിയാണി ചെമ്പൊക്കെ പൊട്ടിച്ച് ബിരിയാണിയൊക്കെ പയ്യെ ടേസ്റ്റ് ചെയ്തു. കഴിച്ചില്ല കേട്ടോ. ഞങ്ങൾ കഴിക്കാൻ പോകുന്നുള്ളൂ. വൈൻഡ് പോയിട്ട് കഴിക്കാമല്ലമ്മ. ഞങ്ങളത് കഴിഞ്ഞിട്ട് പയ്യെ കഴിക്കാൻ പോകണം കേട്ടോ. അതെ ഞങ്ങളങ്ങനെ അതെ ഈ വീഡിയോ ഇവിടെ വെച്ച് പയ്യെ വൈൻഡപ്പ് ചെയ്യാണ്. അതിനു മുന്നേ നിമിഷം നല്ലൊരു പാട്ട് നമ്മുടെ മണവാളിന് മണവാട്ടിക്ക് നല്ലൊരു പാട്ട് പാടി കൊടുത്ത് നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാവേ. പ്രണയ സൗഗന്ധികങ്ങൾ ഇതൾ വിരിഞ്ഞ കാലം, ഹൃദയ സങ്കീർത്തനങ്ങൾ ശ്രുതി പകർന്ന കാലം, അറിയാതെ നിന്നെ അറിയുമ്പോൾ അനുരാഗമെന്നു മൊഴിയുമ്പോൾ അകലങ്ങൾ പോലും അരികെ പ്രണയ സൗഗന്ധികങ്ങൾ ഇതൾ വിരിഞ്ഞ കാലം, ഹൃദയ സങ്കീർത്തനങ്ങൾ ശ്രുതി പകർന്ന കാലം. അടിപൊളി ചാച്ച. അമ്മ സന്തോഷമായില്ലേ? സന്തോഷമായി. ഞാനിപ്പോൾ പെട്ടെന്ന് കരഞ്ഞും പോയി. എൻ്റെ കല്യാണത്തിന് എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സഹകരിച്ചതും എനിക്ക് കല്യാണത്തിന് വേണ്ടി എനിക്ക് ശ്രമിച്ചതും ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അയാളിപ്പോൾ ഇല്ല. ആണോ? അതാരാ? നമ്മുടെ ചാർലി, എൻ്റെ അളിയൻ. ഓക്കെ. ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ഓർത്ത് പോയി. സെന്റിമെന്റിലാവുന്നത് കേട്ടോ. നല്ല പപ്പായി മരിച്ചിട്ട് എത്ര വർഷം? 17 വർഷമായോ? 14 വർഷമായി. ഈ അടുത്തായിരുന്നു കേട്ടോ. നമ്മുടെ ഫെബ്രുവരി 17 അല്ലെ മാർച്ച് 17 മാർച്ച് 17. അത് ഞാൻ 17 എന്ന് പറഞ്ഞ കേട്ടോ. ശരിയാ. ചാലപ്പാപ്പ നമ്മൾ പ്രത്യേകം ഓർക്കുന്നല്ലേ. പിന്നെ മമ്മി ചാച്ചനൊക്കെ യൂഷ്വലി. അതെ അതെ. പക്ഷെ അപ്രതീക്ഷിതമായിട്ട്
അത് ശരി. പെട്ടെന്ന് അകാലത്തിലല്ലേ, ചെറുപ്പത്തിലെ അളിയനല്ലായിരുന്നു, അതൊരു ചേട്ടനോ അനിയനോ കൂട്ടുകാരനും ഒക്കെ ആയിരുന്നു. ആ സാരല്ല, ചാച്ചൻ ഇപ്പൊ കരയും കേട്ടോ. അപ്പം നമുക്ക് ഈ വീഡിയോ പയ്യെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ചാച്ചനും അമ്മയ്ക്കും നമ്മൾ അടിപൊളി ഒരു വെഡിങ് ആനിവേഴ്സറി നേരുന്നു. അപ്പൊ നാളെ നമ്മളൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരും. അതുവരെ ചാച്ച അമ്മ ബൈ.